രാജ്യതലസ്ഥാനത്ത് നിന്നും ഇന്നുണ്ടായ പ്രധാന സംഭവങ്ങളിലൊന്ന് തഹാവൂർ റാണയുടെ വെളിപ്പെടുത്തലാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയും രൂക്ഷമായി തുടരുകയാണ്. ഇതും പ്രധാന വാർത്തകളിൽ ഇടം നേടി. വിക്രം ബത്രയുടെ ചരമവാർഷികം കൂടിയായിരുന്നു ഇന്ന്. നാളെ PSC യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട്. അഹമ്മദാബാദ് ദുരന്തം ചർച്ചയാകും. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ചേരുന്നു. അനിൽ നമ്പ്യാർ, ഇന്ന് രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ നിന്നും വന്നിട്ടുള്ളത് ഈ തഹാവൂർ റാണയുടെ കേസാണ്. തഹാവൂർ റാണയുടെ വെളിപ്പെടുത്തലാണ്. പാകിസ്ഥാൻ്റെ പങ്ക് അതിൽ വ്യക്തമായി തന്നെ തഹാവൂർ റാണ ചോദ്യം ചെയ്യലിൽ, ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി എന്നുള്ളതായിരുന്നു വാർത്ത. മാത്രമല്ല, പാക് സൈന്യവും ISIയും ചേർന്നാണ് മുംബൈ സ്ഫോടനം ആസൂത്രണം ചെയ്തത്. താൻ പാകിസ്ഥാൻ ഏജന്റാണ് എന്നും അദ്ദേഹം ഈ തഹാവൂർ റാണ പറയുകയും ചെയ്തു. മാത്രമല്ല, എങ്ങനെയാണ് ഈ ലഷ്കർ-ഇ ത്വയ്ബ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യവും അന്വേഷണ ഏജൻസിക്ക് മുൻപാകെ തഹാവൂർ റാണ വ്യക്തമാക്കിയതോടെ ഇന്ത്യ ഉയർത്തിയ വാദത്തിന് ബലം പകരുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതോടെ തെളിയുന്നത്. അത് ഇനി സ്ഥാപിച്ചെടുക്കാൻ ഇന്ത്യക്ക് മറ്റൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. അതിന് ചുക്കാൻ പിടിച്ചയാൾ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം സംഭവിച്ചത് ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ്. കാരണം ജ്യോതി മൽഹോത്ര എന്ന പാകിസ്ഥാൻ ചാര വനിത കേരളം സന്ദർശിച്ചത് ടൂറിസം വകുപ്പിൻ്റെ പിന്തുണയോടെയാണ്. അവർ കൊണ്ടുപോയത് പ്രകാരമാണ് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ BJP ഇത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. മുഹമ്മദ് റിയാസിൻ്റെ രാജി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് BJP. ഭാരതാംബയെ ഒരു സൈഡിലേക്ക് ഒതുക്കുമ്പോൾ പാകിസ്ഥാൻ ചാര വനിതയ്ക്ക് പരവതാനി വിരിച്ചു സ്വീകരിക്കുന്നു എന്നാണ് BJP ആക്ഷേപം ഉന്നയിച്ചത്. മൂന്നാമതൊരു വാർത്തയുണ്ടായത് ഈ വടക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുന്ന മഴക്കെടുതിയാണ്. ഹിമാചൽ പ്രദേശിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ള വാർത്ത കൂടി ഇതിനൊപ്പം വരികയും ചെയ്തു. അങ്ങനെ ഇന്നങ്ങ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഈ രീതിയിലാണ് ഉണ്ടായത്. മറ്റൊരു സംഭവം ഇനി അത് നാളെയാണ്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം നാളെ ചേരുകയാണ്. അതിൽ ചർച്ചയാകാൻ പോകുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തമായിരിക്കും. കാരണം DGCAയുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ടാകും, അതിന് മറുപടികൾ നൽകേണ്ടി വരും. അതിന്മേൽ വിശദമായ ചർച്ചകൾ നടക്കുകയും ചെയ്യും.